നമസ്കാരം. ഒമാൻ തീരത്ത് 14 ഇന്ത്യൻ നാവികർ സഞ്ചരിച്ചിരുന്ന പായ് കപ്പൽ കടലിൽ മുങ്ങുന്നതായി വിവരം. ഒമാൻ തീരത്തെ റാസ് അൽ ഹദിന് കിഴക്ക് 80 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ വൻ അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നതിനായി അമേരിക്കൻ നാവികസേനയും ഇന്ത്യൻ നാവികസേനയും ഒരു ചരക്ക് കപ്പലും സംയുക്തമായി വൻ രക്ഷാപ്രവർത്തനമാണ് കടലിൽ നടത്തുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ച രാവിലെയുമായി ലഭിച്ച അടിയന്തര സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ഏകോപനത്തോടെയുള്ള ഈ രക്ഷാദൗത്യം ആരംഭിച്ചത്. പായ്ക്കപ്പൽ അപകടത്തിൽപ്പെട്ട് മുങ്ങാൻ തുടങ്ങിയതോടെ അമേരിക്കൻ നാവികസേനയാണ് വിവരം ഇന്ത്യൻ നാവികസേനയും മറ്റ് തീരദേശ അധികൃതരെയും അടിയന്തരമായി അറിയിച്ചത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ അമേരിക്കൻ നാവികസേനയുടെ P-8 മാരിടൈം പെട്രോൾ വിമാനം അപകട സ്ഥലത്തേക്ക് കുതിച്ചെത്തി. കപ്പൽ മുങ്ങുന്ന അതീവ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് വിമാനത്തിൽ നിന്നും നാവികർക്കായി ലൈഫ് റാക്കറ്റ് താഴെ ഇട്ടുകൊടുത്തു. തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതമായി ഈ ലൈഫ് റാക്കറ്റിലേക്ക് മാറുകയായിരുന്നു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 14 ഇന്ത്യൻ പൗരന്മാർക്കും പരിക്കുകളോ മറ്റ് ജീവഹാനിയോ സംഭവിച്ചതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നുമില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് വിവരം. ആധുനിക കപ്പൽ ഗതാഗതത്തിന് ആധിപത്യമുണ്ടെങ്കിലും ഗൾഫിലും അറബിക്കടലിലും പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിനും തീരദേശ വ്യാപാരത്തിനുമായി ഉപയോഗിക്കുന്ന തടിയിൽ തീർത്ത പായ്ക്കപ്പലുകൾ ഈ മേഖലയിൽ ഇപ്പോഴും സാധാരണമാണ്. കപ്പൽ മുങ്ങാനുള്ള കാരണം അവ്യക്തമാണ്. വൻതോതിൽ കപ്പൽ ഗതാഗതം നടക്കുന്ന ഈ കടൽ മേഖലകളിൽ യന്ത്ര തകരാറുകൾ, പ്രക്ഷുബ്ധമായ കടൽ അല്ലെങ്കിൽ അമിതഭാരം കയറ്റൽ എന്നിവ ചിലപ്പോൾ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ജീവനക്കാർ കപ്പൽ വിടുന്നതും ലൈഫ് റാക്കറ്റിലേക്ക് മാറുന്നതുമായ മുഴുവൻ ഘട്ടങ്ങളും അമേരിക്കൻ നാവിക വിമാനം ആകാശത്ത് നിന്ന് നിരീക്ഷിക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. US നേവിയാണ് ഇന്ത്യൻ നേവിയെയും മറ്റ് അധികൃതരെയും കപ്പൽ മുങ്ങുന്ന വിവരം അറിയിച്ചത്. ഒമാനിലെ റാസ് അൽ ഹദിൽ നിന്നും ഏകദേശം 80 നോട്ടിക്കൽ മൈൽ കിഴക്കാണ് അപകടമുണ്ടായതെന്നാണ് US നേവി അറിയിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. P-8 വിമാനത്തിനൊപ്പം തന്നെ ആ പ്രദേശത്തു കൂടെ കടന്നു പോവുകയായിരുന്ന MV ജബൽ അലി 9 എന്ന ചരക്ക് കപ്പലിനോട് അടിയന്തരമായി റൂട്ട് മാറി അപകട സ്ഥലത്തേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് പതാക ഘടിപ്പിച്ച ഈ കപ്പൽ ഒമാനിലെ സോഹാറിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്നു. അപകട സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നതിനാൽ ഈ കപ്പൽ ഉടൻ തന്നെ ലൈഫ് റാഫ്റ്റിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ ലക്ഷ്യമാക്കി നീങ്ങുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അമേരിക്കൻ നാവികസേന നൽകിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാവികസേനയും രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നുണ്ട്. നിലവിൽ രക്ഷപ്പെടുത്തിയ നാവികരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കപ്പൽ മുങ്ങാനുള്ള കൃത്യമായ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് ഇടുക്കിന് സമീപമാസങ്ങളിലായി നിലനിൽക്കുന്ന കടുത്ത അന്താരാഷ്ട്ര സംഘർഷങ്ങൾ കാരണം ഈ മേഖല അതീവ തന്ത്രപ്രധാനമായ സുരക്ഷാ നിരീക്ഷണത്തിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വാണിജ്യ കപ്പലുകളുടെ ഗതാഗതത്തിന് ഈ ഭാഗത്ത് വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര ചർച്ചകളിൽ നേരിയ പുരോഗതി ദൃശ്യമാകുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ലെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ജലപാതയ്ക്ക് സമീപം ഡ്രോണുകൾ തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള പുതിയ സൈനിക നീക്കങ്ങൾ മേഖലയിലെ സുരക്ഷാ അന്തരീക്ഷം എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മാസങ്ങളായി തുടരുന്ന ഈ നാവിക തടസ്സങ്ങൾ കാരണം നിലവിൽ 100 കണക്കിന് കപ്പലുകളും 20,000-ഓളം നാവികരും ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കടുത്ത ജാഗ്രതയോടെ കപ്പലുകൾ സർവീസ് നടത്തുന്നതിനിടയിലാണ് ഒമാൻ തീരത്ത് 14 ഇന്ത്യക്കാരുടെ ജീവൻ അപകടത്തിലാക്കിയ പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.